സ്റ്റോപ്പ്. എങ്ങോട്ടേ പോകുന്നേ? നിർത്തിയത് വേറെ ഒന്നിനുമല്ല, ട്രാഫിക് നിയമങ്ങൾ പറഞ്ഞു തരാനേ അല്ല. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു അധ്യായമുണ്ട്. പ്ലസ് 1 ക്ലാസ്സിന്റെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന് പറയുന്ന ടെക്സ്റ്റിലെ 5-ാമത്തെ അധ്യായം, ക്രിസ്തീയ ജീവിതവും നിയമവും ധാർമ്മികതയും. നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുന്നുണ്ടാവും. നിയമങ്ങളെക്കുറിച്ച് കേട്ട് കേട്ട് നമ്മളെല്ലാവരും മടുത്തതാണ്. എവിടെ നോക്കിയാലും നിയമങ്ങൾ. സ്കൂളിൽ പോകുമ്പോൾ അവിടെയുണ്ട് നിയമം, പള്ളിയിൽ പോയാൽ അവിടെയുണ്ട് നിയമം, റോഡിലിറങ്ങിയ അവിടെയുണ്ട് നിയമം. എവിടെ നോക്കിയാലും നിയമങ്ങളാണ്. എന്തിനാണ് ഈ നിയമങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പൊതുവായൊരു നന്മയാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം. ഈ പറയുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പലയിടത്തും കണ്ടു കാണും. ഒരു പക്ഷേ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ ഇത് പൊക്കി പിടിച്ച് ചിലപ്പോൾ നമ്മളെ തടയുമായിരിക്കും. ചിലപ്പോൾ എന്നെ തടഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചതിന്. ശരിയായൊരു കാര്യമല്ല. അന്ന് പിടിച്ച് കുറെ ഉപദേശിച്ചു. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനോ ട്രാഫിക് നിയമം പഠിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതുപോലൊരു സിഗ്നൽ നിങ്ങൾ കണ്ടാണ്, നോ പാർക്കിംഗ്. വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലരുടെ കടകളുടെ മുമ്പിലായിരിക്കാം, ചില വീടുകളുടെ മുമ്പിലായിരിക്കാം, ചില പൊതു ഇടങ്ങളിലായിരിക്കാം. അതെല്ലാം ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പൊ ചുരുക്കത്തിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ നിയമങ്ങൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പാലിച്ചത് ഈ ഒരു സംഭവം വന്നപ്പോഴായിരിക്കാം. ഈ ബോളല്ല, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കോവിഡ് വന്നപ്പോൾ അതിൻ്റെ കൊറോണ വൈറസിന്റെ രൂപം ഏകദേശം ഇതുപോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഒത്തിരിയേറെ നിയമങ്ങൾ, ഇതുവരെ ഇല്ലാത്ത കുറേ നിയമങ്ങൾ, പുറത്തിറങ്ങാൻ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല, എവിടെ കണ്ടാലും അപ്പോൾ ഫൈനോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാത്തിനും നിയമങ്ങളായിരുന്നു. തുപ്പാൻ പാടില്ല, മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ, അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ കുറേയൊക്കെ നമ്മളത് പാലിച്ചു. കാരണം എന്താ, നമ്മുടെ ജീവനെ കുറിച്ച് നമുക്ക് കുറച്ച് ആദിയുണ്ട്, പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം ഒരു അധികാരി ഒരുപക്ഷെ തീരുമാനിക്കുന്ന കാര്യമായിരിക്കാം. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ക്ലാസ്സിൽ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ, ഒരു ഡെസ്കിൽ ഇരിക്കുമ്പോൾ 2 കൈയും വെച്ചിട്ട് ഇത് എൻ്റെ സ്ഥലമാണ്, ഇപ്പോഴത്തേക്ക് വന്നത് എൻ്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. ഇതൊക്കെ ചില നിയമങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അത് നമ്മുടെ ചില കുട്ടികളെയാണ്. എന്നിരുന്നാലും ഈ നിയമം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അത് ചിലർക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് പൊതുവായ നിയമങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നീ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് പൊതുവായ ചില നിയമങ്ങളെ കുറിച്ചാണ്. അതേസമയം ക്രൈസ്തവ ജീവിതത്തിലെ നിയമത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. ഒരു യഥാർത്ഥമായ ക്രൈസ്തവ ധാർമ്മിക ജീവിതം നയിക്കാനായിട്ട് ഈ നിയമങ്ങൾ നമ്മളെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമങ്ങളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് സ്വാഭാവിക നിയമങ്ങൾ. ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന തത്വശാസ്ത്ര ചിന്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മുകളിൽ കാണുന്ന, ആകാശത്ത് കാണുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ചും എൻ്റെ ഉള്ളിലുള്ള ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ അതിശയം തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതെല്ലാം ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. ഞാനായിട്ട് പുതിയതായി കണ്ടുപിടിച്ചൊരു കാര്യങ്ങളല്ല. ആകാശത്തിലുള്ള നക്ഷത്രജാലങ്ങളെല്ലാം നീങ്ങുന്നത് ഒരു കൃത്യമായ നിയമത്തിൻ്റെ കീഴിലാണ്. കൃത്യമായിട്ട് അതെല്ലാം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ള നിയമം എന്ന് പറയുന്നത് ഞാനായിട്ട് മറ്റുള്ളവരായിട്ട് പറഞ്ഞു തരാതെ തന്നെ എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്, ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള, നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതും മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കുന്നതെല്ലാം ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മിക നിയമം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് സ്വാഭാവിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകൃതിദത്തമായുള്ളതാണ്. എവിടെയും നമ്മൾ നിയമം പറയും. ഈ പ്രപഞ്ചം പോലും ഒരു നിയമത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഗുരുത്വാകർഷണം, ലോ ഓഫ് ഗ്രാവിറ്റി, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ഒരു നിയമങ്ങൾ നമ്മൾ കാണുന്നത്. കൃത്യമായിട്ടാണ് അത് ഫോളോ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മനോഹരമായിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിയമങ്ങൾ നമ്മളിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മനോഹരമായിട്ട് മാറും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ് ദൈവിക നിയമങ്ങൾ. ദൈവിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ദൈവം വെളിപ്പെടുത്തിയ നിയമങ്ങളാണ്. ദൈവം വെളിപ്പെടുത്തി മനുഷ്യന് നൽകിയ നിയമങ്ങൾ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മോശ വഴി ദൈവം നൽകിയ 10 കൽപ്പനകൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അത് ദൈവം നൽകുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. താൻ തിരഞ്ഞെടുത്ത ദൈവജനം തന്നിലേക്ക് എത്തിച്ചേരാൻ, തൻ്റെ സ്വന്തമായിരിക്കാൻ ദൈവം നൽകിയ നിയമമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ്
പുതിയ നിയമത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ, ഈശോ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ, അതൊരു പുതിയ നിയമമാണ്. ഈശോ പറയുന്നുണ്ട്, ഈശോ വന്നത് നിയമത്തെ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. പഴയ നിയമത്തിൽ നൽകപ്പെട്ട കൽപ്പനകളുടെ പൂർത്തീകരണമായിരുന്നു ഈശോയുടെ ജീവിതം. ഈശോ ഈ 10 കൽപ്പനകളെ ചുരുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹമായിരുന്നു ഈശോയുടെ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ നിയമം അനുസരിക്കുന്നത്? സ്നേഹം കൊണ്ടായിരിക്കണം. ഈശോ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയവനാണ്. തൻ്റെ അടുത്ത് വരുന്ന ധനികനായ യുവാവിനോട് ഈശോ പറയുന്നു, അവൻ തേടിയത് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു അവൻ്റെ ചോദ്യം. അതിന് ഈശോ പറഞ്ഞു, പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ പറഞ്ഞു, പ്രമാണങ്ങളെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. കാരണം അവരനോടൊരു കരുതലില്ലാതെ ജീവിക്കുന്നത് നമുക്കൊരിക്കലും സ്വർഗരാജ്യം നേടിത്തരുന്നൊരു കാര്യമല്ല. നിയമം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ പിൻബലത്തിലാണെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് വരുന്നതാണ് സഭാ നിയമങ്ങൾ. സഭാ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ദൈവിക നിയമങ്ങളിൽ അടിത്തറയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുസഭയുടെ കൽപ്പനകളുണ്ട്, രണ്ടാമതായിട്ട് അതിൽ സഭയുടെ പ്രബോധനങ്ങളുണ്ട്, മൂന്നാമതായിട്ട് കാനൻ നിയമമുണ്ട്. തിരുസഭയുടെ കൽപ്പനകൾ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഒരു നല്ല ആരാധന ജീവിതം നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്ന സഭാ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സഭ ഈശോയുടെ പിൻഗാമികളായ മാർപ്പാപ്പമാരും മെത്രാന്മാരും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതനുസരിക്കാൻ നമ്മൾ കടപ്പെട്ടവരുമാണ്. മൂന്നാമതായിട്ട് കാനൻ നിയമം എന്ന് പറയുന്നത്. ഈ കാനൻ നിയമം എന്ന് പറയുന്നത് സഭാ സംവിധാനത്തിന്റെ ഏറ്റവും മനോഹരമായ നടത്തിപ്പിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത് ആരാധനാ ജീവിതത്തിന്റെയും വ്യക്തിപരമായ ജീവിതത്തിന്റെയും സമൂഹ ജീവിതത്തിന്റെയും എല്ലാം സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഒരുപക്ഷെ ഒരു കല്യാണം കഴിക്കാനായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ചുമ്മാ ചെന്ന് കഴിഞ്ഞാൽ കല്യാണമൊന്നും നടക്കത്തില്ല. ഈ കാനൻ നിയമം പറയുന്നുണ്ട്, ആർക്കൊക്കെ കല്യാണം കഴിക്കാം, ആർക്കൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നതാണ് ഈ കാനൻ നിയമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനാകാനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആർക്കൊക്കെ അച്ഛനാകാം, അച്ഛനായിക്കൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അച്ഛനായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂദാശകളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാറ്റിനെയും കുറിച്ച് വ്യക്തമായ നിയമ വിശദീകരണം നൽകുന്നതാണ് ഈ കാനൻ നിയമം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് രാഷ്ട്ര നിയമങ്ങൾ. രാഷ്ട്ര നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നിയമങ്ങളുടെ എല്ലാം മാനദണ്ഡം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും സമൂഹത്തിന്റെ മുഴുവൻ നന്മയെ ലക്ഷ്യം വെക്കുക എന്നുള്ളതുമാണ്. പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ ക്രമസമാധാനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ശാന്തമായി സന്തോഷപ്രദമായി ഒരു രാജ്യം മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ് രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമൊക്കെ നിയമങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്, നമ്മുടെ വികാരങ്ങൾ. ഈ വികാരങ്ങൾ എന്ന് പറയുന്നതാണ് പലപ്പോഴും ഈ നിയമങ്ങളെ ലംഘിക്കാനും അതുപോലെ തന്നെ പാലിക്കാനും നമ്മളെ സഹായിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വരുന്ന കോപം അത് മറ്റൊരുവനെ ഉപദ്രവിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അതൊരു പക്ഷേ കൊലപാതകത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പത്രങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കെല്ലാം ഉള്ള വികാരമാണ്. സ്നേഹമാണ് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം. ഈ വികാരം കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, ഈ സ്നേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അതൊരു പക്ഷേ ചില തിന്മകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം. പ്രണയ നൈരാശ്യത്തെ ഓർത്ത്, പ്രണയം നിരസിച്ചതിനെ ഓർത്ത് കാമുകിയുടെ മുഖത്ത് ആസിഡ് എറിയുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ചിലരെയൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കാണാറുണ്ട്. ഇതെല്ലാം ഈ വികാരങ്ങളെ വ്യക്തമായിട്ട് നിയന്ത്രിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ വികാരങ്ങളെ കൃത്യമായിട്ട് മറ്റുള്ളവരുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ അവരനെ സഹായിക്കുന്നത്, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ചില നിയമങ്ങൾ ഞാൻ അവന് വേണ്ടി അനുസരിക്കുന്നത്, ഇതെല്ലാം സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കി ഇതെല്ലാം സ്നേഹം കൊണ്ട് ചെയ്യുമ്പോൾ അത് നന്മ പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ പ്രവൃത്തികളെ, എൻ്റെ ഒരു പ്രവൃത്തിയെ ധാർമ്മികമാണോ എന്നറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രവൃത്തി ധാർമ്മികമാണോ എന്നറിയാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് വിഷയം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത പ്രവൃത്തി. രണ്ടാമതായിട്ട് എൻ്റെ ഉദ്ദേശം എന്താണ്.
മൂന്നാമതായിട്ട് സാഹചര്യം എന്താണ്? ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. വയോധികയായ നടക്കാൻ സാധിക്കാത്ത ഒരമ്മയെ സഹായിക്കുന്ന ഒരാൾ. അദ്ദേഹം ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. പരിചയമുള്ള ഒരു സ്ത്രീയാണ്, പരിചയമുള്ള വീടാണ്. അവിടെ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചുകൊണ്ട് ചില പാവപ്പെട്ട രോഗികളെ സഹായിക്കുക എന്നുള്ളത്. ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ചെയ്യുന്നത് 2 നല്ല പ്രവർത്തികളുണ്ട്, അതിനിടയിൽ ഒരു മോഷണം കൂടി നടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ വിഷയം എന്ന് പറയുന്നത് സഹായിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല പ്രവൃത്തിയാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്? മോഷണമാണ് ഞാനോട് ഉദ്ദേശിക്കുന്നത്. മോഷണമെന്ന് പറയുന്ന പ്രവൃത്തി തീർച്ചയായും തെറ്റായൊരു പ്രവൃത്തിയാണ്. ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഈ അമ്മയെ സഹായിക്കാനുണ്ടായ സന്ദർഭമാണ്. ഈ അമ്മയെ സഹായിക്കാനുണ്ടായ സന്ദർഭത്തിൽ നിന്നാണ് ഞാൻ ഒരുപക്ഷെ ഈ ഒരു പ്രവൃത്തി ചെയ്യുക. അപ്പോൾ ഈ പ്രവൃത്തി ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശമാണ്. ഉദ്ദേശം അതിൽ തന്നെ തെറ്റാണ്. മോഷണം കൊണ്ടല്ല ഒരാളെ സഹായിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ വയോധികത ചോദിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അത് ശരിയായൊരു പ്രവൃത്തിയാണ്. എന്നാൽ അറിവില്ലാത്ത ഒരാളുടെ വസ്തു കവർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അത് തെറ്റായിട്ട് മാറുന്നു. ഈ ഒരു കാര്യത്തെ നമുക്ക് വേറൊരു സന്ദർഭത്തിലേക്ക് ഇടാം. ഒരാൾ മോഷ്ടിക്കുകയാണ്. നാളുകളായിട്ട് ഒന്നും കഴിക്കാതെ മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ മോഷ്ടിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു ധാർമ്മിക പ്രവൃത്തി അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നിയമങ്ങളെല്ലാം ആത്യന്തികമായിട്ടുള്ളത് മനുഷ്യന്റെ നന്മയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ പ്രവർത്തികളെ നമ്മളൊന്ന് വിലയിരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ധാർമ്മിക ജീവിതം നയിക്കാനായിട്ട് സാധിക്കുക? വളരെ എളുപ്പമാണ്. സുഹൃതമായ ഒരു ജീവിതം നയിക്കുക. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൗലിക സുഹൃതങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വിവേകം. വിവേകം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് നന്മ ശരി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ്. തീർച്ചയായിട്ടും ഈ കഴിവെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തി അത് ശരിയാണോ തെറ്റാണോ, എനിക്കും അപരനും നന്മ ചെയ്യാനായിട്ട് ഉതകുന്നതാണോ എന്ന് ചിന്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നീതി. നീതി എന്ന് പറയുന്നത് എനിക്കും അപരനും ഒരുപോലെ ലഭിക്കേണ്ട കാര്യമാണ്. നീതി നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്നോടും മറ്റുള്ളവരോടും അവർക്ക് അവകാശപ്പെട്ടത് നൽകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ടത് നൽകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാർക്ക് അവകാശപ്പെട്ടത് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ മുൻപിൽ ഒരു സഹായത്തിനായി വരുന്നവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട് മനസ്ഥൈര്യം. ഈ ചെയ്യുന്ന നന്മ പ്രവൃത്തി, ഈ ശരിയായൊരു ജീവിതം ഇതുപോലെ തന്നെ മുന്നോട്ട് സ്ഥിരതയോടെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കണം എന്നുള്ളതാണ് ഈ മനസ്ഥൈര്യം എന്ന് പറയുന്ന സുഹൃതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ട് സംയമനം. ചില സുഖഭോഗങ്ങളോടും സന്തോഷങ്ങളോടും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മയത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ സുഗതങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ധാർമ്മിക ജീവിതം നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഈശോ പറയുന്ന ഒരു കാര്യം സ്നേഹിക്കാനാണ്. സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയ ഈശോ നമ്മളോട് പറയുന്നതും പരസ്പരം സ്നേഹിക്കാനാണ്. സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമങ്ങൾ അനുസരിക്കാനും നമുക്ക് സാധിക്കും. ഈശോ പറയുന്ന ഒരു സുവർണ നിയമമുണ്ട്, ഗോൾഡൻ റൂൾ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഈശോ പറഞ്ഞതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ മൂലപാവങ്ങൾ പുറപ്പെടുന്നത്. ചില തെറ്റായ വികാരങ്ങൾ, അഹങ്കാരം, ധനമോഹം, അസൂയ, മടി, കോപം, ഇതെല്ലാം നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥമായൊരു സുഹൃത ജീവിതം നയിച്ചുകൊണ്ട് ഈ തിന്മകളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട്, യഥാർത്ഥ ക്രൈസ്തവ ധാർമ്മിക ജീവിതം നയിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.